കിച്ചുവുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പുതിയ വീഡിയോയുമായി രേണു സുധി എത്തിയത്. കൊല്ലം സുധിയിൽ തനിക്ക് പിറന്ന ഏക മകൻ ഋതുവിനെ കാണാൻ തന്റെ മാതാപിതാക്കൾക്കും ചേച്ചിക്കും കുടുംബത്തിനും അല്ലാതെ മറ്റാർക്കും അവകാശമില്ലെന്നാണ് രേണു പറഞ്ഞത്. ഈ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ട യൂട്യൂബർ ഷെഫിന ബീവി പ്രതികരിച്ച് എത്തുകയും ചെയ്തു. കിച്ചുവിന് അവകാശമുള്ള വീട്ടിൽ കൊണ്ടല്ലേ അവനെതിരെ രേണു പ്രതികരിക്കേണ്ടത് എന്ന് ഷെഫിന ബീവി രംഗത്ത് വന്നു. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കിച്ചുവിനോട് സംസാരിച്ചാൽ അവൻ പറഞ്ഞത് എനിക്ക് ഇതിലൊന്നും പറയാനില്ല എന്നാണ്. ആരോ എന്തോ പറഞ്ഞോട്ടെ, ഞാൻ ഋതപ്പനെ കാണാനായി അവിടെ പോകും, അവനെ കാണുമെന്നാണ് പറഞ്ഞത്. ഋതപ്പന് വേണ്ടി നീ നിൽക്കണമെന്നും രേണുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടിയെ രാഹുൽ നോക്കണമെന്നുമാണ് ഞങ്ങളുടെ സജഷൻ എന്നാണ് പറഞ്ഞത്. ഇതെല്ലാവരും പറയുന്നത് രേണുവിന് ഇഷ്ടപ്പെടുന്നില്ല. രേണുവിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന ഗ്യാരണ്ടി തന്നെയാണ്. എനിക്ക് ഒരുപാട് പേര് മെഡിക്കൽ കോളേജിൽ ക്യാൻസറിന് ചികിത്സ വരുന്ന ഒരുപാട് പേരുടെ ചാർട്ട് അയച്ചു തന്നു. അതിനകത്ത് വിശദമായി ചികിത്സയ്ക്ക് എത്ര തയ്യാറാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും എക്സ്പെൻസീവായ ആശുപത്രിയാണ് കിംസ്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ്. പരിചയമുള്ള ഒരാൾ അർബുദത്തിന് ചികിത്സ തേടിയപ്പോൾ ആകെ ചിലവായത് 10 ലക്ഷം രൂപയാണ്. ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ നേടുന്ന വ്യക്തിക്ക് എത്ര രൂപ ചികിത്സയ്ക്ക് വേണ്ടി വരും എന്നതിനെ കുറിച്ചെല്ലാം എനിക്കറിയാം. രേണുവിന് ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്, അതിൽ എല്ലാം ക്രമീകരിക്കുന്നുണ്ട്. രേണു സംബന്ധിച്ച പൈസ അവരുടെ അച്ഛൻ തങ്കച്ചൻ ഇപ്പോൾ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഉപജീവന മാർഗം അങ്ങനെയും കണ്ടെത്താം എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നതായിരിക്കാം. മകൾ പണം എങ്ങനെ സമ്പാദിച്ചാലും അത് പലിശയ്ക്ക് കൊടുത്ത് സൂക്ഷ്മമായി ജീവിക്കുന്ന മനോഭാവമാണ് കുടുംബത്തിൻ്റെത്. അസുഖം വന്നാലെങ്കിലും അല്പം ദൈവവിശ്വാസത്തോടെ ജീവിക്കാനല്ലേ നോക്കേണ്ടത്. പിന്നെ ബിഷപ്പിന്റെ വിചാരം അദ്ദേഹം മാർപ്പാപ്പയാണ് എന്നാണ്. കിച്ചു ഋതുവിനെ കാണാതിരിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റാണ് രേണുവിന്റെ പുതിയ വീഡിയോ. രേണുവിന്റെ പ്രവൃത്തികളെയെല്ലാം പലർക്കും കുഴപ്പം, ആ പ്രവൃത്തികളെ തെറ്റാണെന്നും ഇഷ്ടപ്പെടുന്നവരെന്നും പറഞ്ഞ കുട്ടിയാണ് ഇപ്പോൾ പലരുടെയും കണ്ണിൽ കുഴപ്പക്കാരനായി മാറിയത്. രേണു ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും മാപ്പർഹിക്കുന്നില്ല. അതുപോലെ ബിഷപ്പിന് ഓവലിന് ഫിലിപ്പിന് എത്ര സഭയാണ് ഉള്ളത്? എന്തിനാണ് ഷെഡ്യൂൾ കാസ്റ്റിനുള്ളവരെ മതം മാറ്റുന്നത്? ഋതുവിനെ കാണാൻ കിച്ചുവിന് അവകാശമില്ലെന്ന് അവന്റെ സ്വന്തത്തിൽ താമസിക്കുന്ന രേണുവും കുടുംബവും പറയേണ്ടത്. കിച്ചുവിനെ കൊടുക്കേണ്ട അവകാശം കൊടുത്തിട്ട് വേണമായിരുന്നു രേണു സംസാരിക്കാൻ. അല്ലാതെ അവന് അവകാശമുള്ളത് കയറിയെടുത്ത് സംസാരിക്കുകയല്ല വേണ്ടത്. കിച്ചുവിന് വേണ്ടി എവിടെയൊക്കെ ഇടുന്നവരെ കെട്ടിക്കൊണ്ടുവന്നതാണ് സുധി എന്ന തരത്തിലെല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനമായ കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകളായും സംസാരങ്ങളായും വരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.